മെയ് മാസം 8, 9 തീയതികളിൽ ഇന്ത്യക്ക് എതിരായി നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് ഇന്ത്യയിൽ നടന്ന് അവസാനിച്ചു. ഈ ബ്രീഫിംഗിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഉപയോഗിച്ച 300-400 ഡ്രോൺസ് ഇവയെല്ലാം തുർക്കി വിതരണം ചെയ്തതാണ്. കൂടാതെ ഇന്ത്യയുടെ S-400-നും അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട Il-70 എന്ന ഇന്ത്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനവും ഈ 300-400 ഡ്രോൺസിന്റെ പക്കൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ Il-70 ഏത് ആയുധമാണ്? കൂടാതെ പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾക്കിടയിൽ പോലും വളരെ മോശമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താണ്? എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, മെയ് മാസം 8, 9 ഈ 2 ദിവസത്തെ രാത്രികളിൽ ലേ മുതൽ ക്രീക്ക് വരെയും 36 സ്ഥലങ്ങളിൽ 300 മുതൽ 400 ഡ്രോൺസ് വരെയും പാകിസ്ഥാൻ അയച്ചിട്ടുണ്ട്. ഈ 300-400 ഡ്രോൺസ് എല്ലാം ആസിസ്കാർഡ് എന്ന തുർക്കിയുടെ കമ്പനി നിർമ്മിച്ചതാണ്. ഈ ആസിസ്കാർഡ് എന്ന കമ്പനി വളരെ ചെറിയ ഈ ക്വാഡ് കോപ്റ്റർ ഡ്രോൺസ് ആണ് നിർമ്മിക്കുന്നത്. ബൈറത്താർ അഖിഞ്ചി എന്നതും ഈ തുർക്കിയുടെ കമ്പനിയാണ്. ഇവർ നിർമ്മിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആം ഡ്രോൺസ് ആണ്. അതായത് ഈ മിസൈൽസ്, ബോംബ്സ് ഇവയെല്ലാം എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുന്ന ഡ്രോൺസ്. ഈ ഡ്രോൺസിനെല്ലാം മിനി ഫൈറ്റർ ജെറ്റ് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഈ പ്രത്യേക ആസിസ്കാർഡ് എന്ന കമ്പനി അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന ഈ ക്വാഡ് കോപ്റ്റർ ഡ്രോൺസ് പോലെയാണ് നിർമ്മിച്ചത്. ഈ ഡ്രോൺസ് ഉപയോഗിച്ച് പാകിസ്ഥാന് നമ്മുടെ നേരെ വലിയ ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെയെല്ലാമാണുള്ളത്, ഇന്ത്യയുടെ സൈന്യം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നുള്ള വളരെ പ്രധാനപ്പെട്ട റെക്കോൺസൻസ് ഇൻഫർമേഷൻസ് പാകിസ്ഥാൻ നൽകാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഈ ലൊക്കേഷൻസ് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഡ്രോൺസ് പാകിസ്ഥാൻസ് നമുക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് S-400 പോലുള്ള വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഡ്രോൺസിന്റെ ഒക്കെ വില $2000-3000 മാത്രമേ കാണൂ. പക്ഷേ S-400 ഇന്റർസെപ്റ്റേഴ്സിന്റെ വില പല $1 മില്യൺ വരും. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വളരെ ചീപ്പായൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. അതാണ് Il-70 എന്ന ആയുധം. ഈ Il-70 കുറിച്ച് നമുക്ക് ഒരല്പസമയം കഴിഞ്ഞറിയാം. അതിനു മുൻപ് പാകിസ്ഥാൻ ഈ ചെയ്ത വളരെ മ്ലേച്ഛകരമായ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാം. 8, 9 തീയതികളിൽ പാകിസ്ഥാൻ നമുക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പാകിസ്ഥാന്റെ എയർ സ്പേസ് കൊമേഴ്ഷ്യൽ എയർലൈൻസിന് എല്ലാം ഓപ്പൺ ആയിരുന്നു. ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ തന്നെ പറഞ്ഞു. ഫ്ലൈറ്റ് റഡാർ എന്ന് പറയുന്ന ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് കൊമേഴ്ഷ്യൽ ട്രാഫിക് മോണിറ്റർ ചെയ്യുന്ന ഈ സൈറ്റിൽ നിന്നും എടുത്ത സ്ക്രീൻഷോട്ട് വഴി എല്ലാവർക്കും അദ്ദേഹം ഒരു തെളിവായി തന്നെ അത് കാണിച്ചു കൊടുത്തു. ആ സ്ക്രീൻഷോട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്ത് പാകിസ്ഥാനുള്ളിൽ ലാഹോറിൽ നിന്നും കറാച്ചിയിലേക്ക് പോകുന്ന എയർ ട്രാഫിക് എല്ലാം തന്നെ നോർമലായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ മിസൈൽസ് അയക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷെ വഴിമാറിയോ അല്ലെങ്കിൽ അറിയാതെയോ കൊമേഴ്ഷ്യൽ എയർലൈൻസിൽ ചെന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇത് 2 രാജ്യത്തിനും അറിയാം. ഇന്ത്യ ചെയ്തത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പ്രത്യേക സെക്ടറിലുള്ള മുഴുവൻ കൊമേഴ്ഷ്യൽ എയർലൈൻസ് ട്രാഫിക്കും അവസാനിപ്പിച്ചു. ഫ്ലൈറ്റ് റഡാർ നോക്കിയാൽ നമ്മുടെ സൈഡ് ഏതൊരു കൊമേഴ്ഷ്യൽ എയർ ആക്ടിവിറ്റിയും കാണുകയില്ല. എന്നാൽ പാകിസ്ഥാൻ സൈഡ് നോക്കിയാൽ പൂർണ്ണ കൊമേഴ്ഷ്യൽ എയർ ട്രാഫിക്കും അപ്രവർത്തനമായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ഈ ISI ചെയ്തിരിക്കുന്നത്, ഇന്ത്യ ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിലും തീർച്ചയായും 1-2 മിസൈൽ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിനെ ആക്രമിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഉടൻ തന്നെ ഇന്ത്യ ഒരു തീവ്രവാദ രാജ്യമാണ് എന്നൊക്കെ പറയുകയും ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു പ്രചരണം നടത്താം എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ തന്നെ ഒരു ഷീൽഡായി ഉപയോഗിക്കാൻ അവർ ചിന്തിച്ചു, പദ്ധതിയിട്ടു. ഇങ്ങനെയുള്ളവരെ പോലും നമ്മുടെ ഇന്ത്യയിലുള്ളവർ, കേരളത്തിലുള്ളവർ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെയും തീവ്രവാദികൾ എന്നേ പറയാൻ സാധിക്കും. ഇന്നലെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ആകാശമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു വിഷ്വൽ എവിഡൻസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഇന്റർസെപ്റ്റേഴ്സ് ആകാശത്തിൽ പറക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയും. ഇവിടെ യാതൊരു മാറ്റവും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്നുകിൽ അത് S-400 ആയിരിക്കാം, അല്ലെങ്കിൽ ആകാശായിരിക്കാം, അതും അല്ലെങ്കിൽ ബറാക്ക് 8ന്റെ ലാൻഡ് വേർഷൻ ആയിരിക്കാം. ഇതിലേതോ ഒന്ന് തീർച്ചയായും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രൊവിൻസിൽ S-400 ഇന്റർസെപ്റ്ററിന്റെ 400 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു ഇന്റർസെപ്റ്ററിന്റെ ഈ സ്പെയർ പാർട്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ S-400 ഇന്നലെ പാകിസ്ഥാനുള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. S-400 എന്തോ ഒന്നിനെ ആക്രമിച്ചിട്ടുമുണ്ട്.
എന്തിനെ ആക്രമിച്ചു, അത് പാകിസ്ഥാന്റെ ഏവാക്സ് ആണോ ഫൈറ്റ് ജെറ്റ് ആണോ, ഇങ്ങനെയുള്ള യാതൊരു വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏവാക്സ് ആണ് എന്ന് പലരും പറയുന്നുണ്ട്. ബ്രീഫിംഗിൽ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. പ്രധാനമായും PL-15E ഒരു മിസൈൽ അവർ കൈപ്പറ്റിയിരുന്നു, അതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. പ്രധാനമായും ജനങ്ങൾക്ക് എന്താണോ അറിയേണ്ടത്, എന്താണോ അറിയാൻ പാടില്ലാത്തത്, ഇവയെല്ലാം വേർതിരിച്ച് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മറ്റൊരുപാട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ നൽകും എന്നാണ് അവർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ, നമ്മുടെ രാജ്യം, ഏതൊരു ഇൻഫർമേഷനും മറച്ചു വയ്ക്കുകയോ നമ്മുടെ ലോസസിനെ മറച്ചു വയ്ക്കുന്ന ഒരു രാജ്യമേ അല്ല. എന്നാൽ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെയാണോ അറിയേണ്ടത് അത് മാത്രമേ അറിയിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം കൃത്യമായി ഓപ്പറേഷൻ അവസാനിച്ചതിന് ശേഷം പറയാമെന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബ്രീഫിങ്ങിലൂടെ വ്യക്തമാക്കി തന്നത് പാകിസ്ഥാൻ അയച്ച 300-400 ഡ്രോൺസ്, ഇവയ്ക്കെതിരെ നമ്മൾ മിസൈലുകൾ അയക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അതിനുവേണ്ടി അവർ എങ്ങനെ ജനങ്ങളെ ഒരു ഷീൽഡായി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് സംസാരിച്ചത്. അടുത്തത്, ഇതിന് നമ്മൾ റിട്ടാലിയേഷൻ നടത്തിയില്ലേ എന്ന് ചോദിച്ചാൽ റിട്ടാലിയേഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രതികാര ആക്രമണത്തിന് മിസൈൽസ് ഉപയോഗിക്കുന്നത് പോലുള്ള യാതൊരു ഇൻഫർമേഷൻ നൽകിയിട്ടില്ല. അതിന് പകരം ആർമഡ് ഡ്രോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആർമഡ് ഡ്രോൺസ് 4 പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ നമ്മൾ ഉപയോഗിച്ചു. അതിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാർ ഞങ്ങൾ വെടിവെച്ച് നശിപ്പിച്ചുവെന്നും പറഞ്ഞു. ഇത് ഇന്ത്യയുടെ എയർഫോഴ്സ് സ്പോക്സ് പേഴ്സൺ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, ജനങ്ങളെ അവർ കവചമായി ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത L-70 എന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ L-70 1940 സ്വീഡന്റെ ബോഫേഴ്സ് കമ്പനി നിർമ്മിച്ചതാണ്. 40 mm ഗൺ ഇതിലുണ്ട്. ഇതൊരു ആന്റി എയർക്രാഫ്റ്റ് റോളിന് വേണ്ടി സെക്കൻഡ് വേൾഡ് വാർ മുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലും നമ്മൾ ആന്റി എയർക്രാഫ്റ്റ് റോളിന് വേണ്ടി ഉപയോഗിച്ചു. ഇത് റിട്ടയർ ആകുന്ന ഒരു സാഹചര്യത്തിൽ ഡ്രോൺ വാർഫെയറിന് ഈ ഒരു ഗൺ മികച്ചതായിരിക്കും എന്ന് കരുതിയ ഇന്ത്യ അടുത്ത് ചെയ്തത് BEL ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് കമ്പനി വഴി ഇതിൽ ഒരുപാട് അപ്ഗ്രേഡേഷൻസ് ചെയ്യുന്നു. അതിലുള്ള അപ്ഗ്രേഡ്സ് എന്താണെന്ന് നോക്കിയാൽ ടാർഗറ്റ് അക്യൂസിഷൻ സിസ്റ്റം, റഡാർ സിസ്റ്റം, ഇവ രണ്ടും അതിൽ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇവ രണ്ടും ഇതിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗൺ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തി മാനുവലായി ടാർഗറ്റ് അക്യൂർ ചെയ്യണമെന്ന ആവശ്യമില്ല. പകരം അദ്ദേഹം ഈ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ ടാർഗറ്റ് എത്ര വേഗത്തിൽ പറന്നു വരുന്നു, എത്ര ഉയരത്തിൽ പറക്കുന്നു, ഇവയെല്ലാം മനസ്സിലാക്കി ടാർഗറ്റിനെ വളരെ എളുപ്പത്തിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഈ ഡ്രോൺസ് $2000-3000 മാത്രമുള്ള ക്വാഡ് കോപ്റ്റേഴ്സിനെ എൻഗേജ് ചെയ്യുന്നതിന് ഈ ഒരു പ്രത്യേക വ്യോമ പ്രതിരോധ സംവിധാനം നമുക്കൊരു മികച്ച ഓപ്ഷനായി തന്നെ മാറി. ഇങ്ങനെയുള്ള എൻഗേജ്മെന്റിനെ കുറിച്ച് ഒരല്പം പോലും അറിവില്ലാത്ത പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ഏതൊരു ഡ്രോണിനെയും ഇന്റർസെപ്റ്റും ചെയ്തില്ല. എന്തുകൊണ്ട് ഇന്ത്യൻ ഡ്രോൺസിനെ നിങ്ങൾക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ? ഞങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യ ഒരിക്കലും അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാത്തത് എന്നും പറഞ്ഞു. സത്യത്തിൽ ഇവിടെ തമാശയായി തോന്നുന്നത് ഇതാണ്, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ വച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനല്ലേ. അപ്പോൾ ഇവരിതൊക്കെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രത്തോളം വിഡ്ഢികളാണ് ആ രാജ്യത്തിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലുള്ളതെങ്കിൽ അത് തന്നെ വലിയ ആശ്ചര്യം നിറഞ്ഞൊരു കാര്യമാണ്. ഇതിലൂടെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം, ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് മിലിറ്ററിയാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള വിഡ്ഢികളെ വെച്ചുകൊണ്ട് പാകിസ്ഥാൻ മിലിറ്ററി പ്രവർത്തിക്കില്ല. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ അവിടെയുള്ള സൈന്യത്തിന്റെ കയ്യിലെ ഒരു പപ്പറ്റ് മാത്രമായിരിക്കും. സൈന്യം പുറകിൽ നിന്നുകൊണ്ട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇയാൾ മുൻപിലിരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. ഒരു പക്ഷേ ഈ ഒരു കേസിൽ എന്ത് പറയണം എന്നുള്ളതൊന്നും പഠിപ്പിച്ചു കൊടുത്തു കാണില്ല. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ മീഡിയയ്ക്ക് മുൻപിൽ ചെന്നിരുന്ന അദ്ദേഹം എന്തൊക്കെയോ പിറുപിറുക്കുന്നത്. ഇപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ L-70 ആണ് വിജയകരമായി സ്മോൾ ഡ്രോൺസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്തത്. വലിയ ലെവലിലുള്ള ആം ഡ്രോൺസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ S-400, ആകാശ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ L-70യുടെ ഉപയോഗം എത്രത്തോളം സത്യമാണോ, അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ആകാശ്, ബറാഖ് 8, S-400 പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ ഉൽപാദനത്തെ പൊക്കി വെച്ചോ റഷ്യൻ സംവിധാനങ്ങളെല്ലാം താഴ്ത്തിക്കെട്ടിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഏത് ടാർഗറ്റ് ആണ് വരുന്നത്? ചെറിയ ലെവൽ ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ആണോ, അതിനെ വെടിവെച്ച് വീഴ്ത്താൻ L-70 മതി. ഇനി അതല്ല വലിയ ലെവലുള്ള ആം ഡ്രോൺ ആണോ, അതിനെ വെടിവെച്ച് വീഴ്ത്താൻ ആകാശ് അല്ലെങ്കിൽ ബറാഖ് 8. ഇനി അതുമല്ല ലോങ് റേഞ്ച് ഡ്രോൺ ആണോ, അല്ലെങ്കിൽ ലോങ് റേഞ്ചിൽ നിന്നും ഒരു AWACSനെ വെടിവെച്ച് വീഴ്ത്തണോ, അതിനാണ് S-400. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്,
നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, അതിനനുസരിച്ച് അത് നിറവേറ്റുന്ന രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. ഈ ഓരോ എയർ ഡിഫൻസ് സിസ്റ്റവും ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. S-400ന് 400 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ആകാശിന് വെറും 25 കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഒരേ സമയത്ത് 400 ടാർഗറ്റ്സിനെ എൻഗേജ് ചെയ്യുന്ന ഫയർ കൺട്രോൾ റഡാർ സിസ്റ്റം ആകാശിൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ തന്നെ. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. എന്തിന് ഇസ്രായേലും നമ്മളും ചേർന്ന് നിർമ്മിച്ച ബറാഖ് 8 എന്ന ഈ ഒരു ഇന്റർസെപ്റ്റേഴ്സിന് ഹൈ ഇന്റർസെപ്ഷൻ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ സവിശേഷതകളുണ്ട്, ഓരോന്നിനും ഓരോ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവയെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏരിയൽ ടാർഗറ്റിന് അനുസരിച്ചതുപോലുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് മൾട്ടിപ്പിൾ ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നും പറയാം. ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തെ മാത്രം വിശ്വസിക്കാതെ അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാതെ മൾട്ടിപ്പിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.